പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ പേരിൽ നാടകം കളിക്കുന്ന മോദിയും ബിജെപിയും പാചകവാതകത്തിന് 10 വർഷത്തിനിടെയുണ്ടായ വില വർധന 169% ബോധപൂർവം മറച്ചുവെക്കുന്നുവെന്ന് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഐക്യവേദി കൊല്ലത്ത് സംഘടിപ്പിച്ച തൊഴിലാളി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം രാജ്യത്ത് അതിരൂക്ഷം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. കാരണം കോർപ്പറേറ്റ് ശക്തികളെ നിയന്ത്രിക്കാൻ മോദിക്ക് കഴിയില്ല. സ്വകാര്യവൽക്കരണം അത്രയ്ക്ക് ശക്തമാണ്. ഇതിന്റെ ഭാഗമാണ് കടൽ സമ്പത്തിനെയും തീരദേശത്തെയും കൊള്ളയടിക്കാൻ അവസരമൊരുക്കി മോദി സർക്കാർ നടപ്പാക്കുന്ന നീല സമ്പദ് വ്യവസ്ഥ. മത്സ്യത്തൊഴിലാളികളെ അവരുടെ ജീവനോപാധികളിൽ നിന്നും ആട്ടിപ്പയിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് തപൻ സെൻ പറഞ്ഞു. Crisis and a systemic crisis, and they are trying to find out a solution out of that by completely curbing the democracy against which you are already fighting and against which LDF is also fighting, not only as a people's government but also as a political force with an alternative policy package. And not only corporates, they are paid intellectuals in the media and others. They want to benefit them by squeezing more than 80% of the toiling population who creates value in the society. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനും കർഷകദ്രോഹ നയങ്ങൾക്കുമെതിരെ പാർലമെന്റിൽ പോരാടിയത് ഇടതുപക്ഷം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് മോദി സർക്കാരിന് എതിരെ മാത്രമല്ല, ക്രിമിനൽ നയങ്ങൾക്ക് കുടപിടിച്ച UDF-നും എതിരെയാവണം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഡൽഹി സർക്കാരിനെ ഭരിക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ല. ഇത് നാളെ കേരളത്തിൽ ഉൾപ്പെടെ സംഭവിക്കാം. എന്നാൽ ഇതൊന്നും കാണാതെ കോൺഗ്രസിന്റെ വലിയ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ആ നേതാവിന് സമനില തെറ്റിയെന്നാണ് തോന്നുന്നതെന്നും തപൻ സെൻ പറഞ്ഞു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഇന്ദുശേഖരൻ നായർ അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, മന്ത്രി KN ബാലഗോപാൽ, CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, P രാജേന്ദ്രൻ, K വരദരാജൻ, B തുളസീധരക്കുറുപ്പ്, J മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.